ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു പന്തൽ നിർമ്മാണമാണ്. നമ്മുടെ വീട്ടിൽ അടുക്കളത്തോട്ടമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ രീതിയിൽ, അല്ലെങ്കിൽ നമ്മളൊരു വർഷത്തോളമായിട്ട് ഇതിനോട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയതാണ്. പച്ചക്കറികൾക്ക് വേണ്ടിയിട്ട് ഒരു പന്തൽ, അതെന്തായാലും നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും പടർത്താനുള്ള ഒരു സ്ഥലം അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ 3 പന്തലാണ് ഇട്ടിരിക്കുന്നത്. അതിലൊന്ന് കോവലിന് വേണ്ടിയിട്ടും മറ്റേത് നമുക്ക് സീസൺ അനുസരിച്ചുള്ള കൃഷിക്ക് വേണ്ടിയിട്ടുമാണ് ഇട്ടിരിക്കുന്നത്. കോവലിന് നമുക്ക് സ്ഥിരമായിട്ട് നല്ലൊരു പന്തൽ തന്നെ ഉണ്ടെങ്കിൽ നല്ല വിളവ് ലഭിക്കും. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശത്തായിട്ട് നമുക്ക് ചെടികളൊക്കെ പടർത്താനും ഹാങ്ങിങ് പ്ലാന്റ്സ് ഹാങ് ചെയ്തിടാനും വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ വെൽഡ് ഇതേപോലുള്ള മല്ലിയില ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. വല കെട്ടിയിട്ട് ഇതേപോലെ നെറ്റ് കെട്ടിയിട്ട് നമുക്കിത് പടർത്തിയെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കമ്പോ വടിയൊക്കെ വെച്ച് തൽക്കാലത്തേക്ക് ചെയ്യാം. ഇതേപോലുള്ള നെറ്റ് വർഷങ്ങളോളം കേടുകൂടാതെ എപ്പോഴും ഇത് കെട്ടേണ്ട ആവശ്യമില്ല. ഒരിക്കലും കെട്ടിയാൽ വർഷങ്ങളോളം ഇത് ഉപയോഗിക്കാം. ഈ പന്തലിൽ ഞാൻ പടർത്തിയിരിക്കുന്നത് നീക്കുമ്പോഴാണ്. ഏറ്റവും കൂടുതലും പന്തലിനോ അല്ലെങ്കിൽ ഈ നെറ്റിനോ കേടുപാടൊന്നും ഉണ്ടാകില്ല. എന്തുകൊണ്ടും കൃഷി ചെയ്യുന്നവർക്ക് ഒരു അസറ്റാണ് ഈ പന്തൽ. ഇനി വള്ളിപ്പയർ പോലുള്ള ചെടികൾക്ക് ഇതേപോലുള്ള പന്തലിൻ്റെ ആവശ്യമില്ല. അതിനൊരു വേലിപ്പന്തൽ പോലുള്ള ഒരു സെറ്റപ്പാണ് അതിനാവശ്യം. ഇപ്പോൾ നമ്മുടെ തക്കാളിക്കാണെങ്കിൽ പോലും നമുക്ക് ഇത് മറിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഈ പന്തൽ ഉപയോഗപ്പെടുത്താം. വള്ളിപ്പയർ പടർത്താനായിട്ട് ഇതേപോലുള്ള പന്തലിൻ്റെ സൈഡിലായിട്ട് നെറ്റ് കെട്ടുകയാണെങ്കിൽ പയറിനും വെള്ളരിക്കുമൊക്കെ അങ്ങനെയുള്ള പന്തലായിരിക്കും കൂടുതൽ നല്ലത്. അത്യാവശ്യം പടർത്താനുള്ള വലിപ്പത്തിൽ ചെറിയ അതായിട്ടാണ് നമ്മൾ 3 പന്തലും ഇട്ടിരിക്കുന്നത്. അതിലൊരു പന്തലാണ് ഈ കാണുന്നത്. കോവലും പടർത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തായിട്ട് കാണുന്ന പന്തലിൽ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു പന്തലുള്ളത്. അതിൽ നമ്മൾ പടവളം പിന്നെ പീച്ചിൽ ഇതാണ് പടർത്തിയിരിക്കുന്നത്. കോവലുമായിട്ട് ക്രോസ് പോളിനേഷൻ നടന്നിട്ടാണോ എന്നറിയില്ല. നമുക്ക് കിട്ടിയ പടവളത്തിൽ ഇതേപോലെ കോവലിൻ്റെ അതേ രൂപത്തിലുള്ള വലിയ പടവളമാണ് കിട്ടിയത്. മത്തൻ പോലുള്ള ചെടികൾ നമുക്ക് ഇതേപോലുള്ള പന്തലുകളിൽ പടർത്താനായിട്ട് പറ്റില്ല. കാര്യം അതിൽ കൂടുതൽ നോട്ട്സിൽ നിന്ന് വേറെയും വേരുകളൊക്കെ വരാറുണ്ട്. ആ വേരിൽ നിന്നും വളം വലിച്ചെടുത്ത് അങ്ങനെയാണ് കായ് കൂടുതലുണ്ടാകുന്നത്. ഞാനത് ഇൻ്റർലോക്കിലാണ് പടർത്തിയിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നീറ്റാക്കി കൊടുക്കും. പാമ്പിൻ്റെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിതിൻ്റെ ആവശ്യമില്ലാത്ത ഇലകളും ഇതൊക്കെ നീറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ പടർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇതിൽ നിന്ന് എനിക്ക് കുറേ കായ്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇലയും പൂവൊക്കെ വളരെയധികം ഉപയോഗമുള്ളതാണ്. അപ്പം നമ്മളെല്ലാവരും തന്നെ ഇതേപോലുള്ള പച്ചക്കറികളൊക്കെ പടർത്തുകയും വളർത്തുകയൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഈ ചാനൽ കൊണ്ട് എൻ്റെ കൃഷി രീതികളൊക്കെ ഉപയോഗപ്പെട്ടിട്ടുള്ളവർ എന്തായാലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അത് നിങ്ങൾക്ക് വീണ്ടും ഇതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. കൃഷിയെ സ്നേഹിക്കുന്നവരിലേക്കും അതിനോട് താല്പര്യമുള്ളവരിലേക്കും ഇതെത്താനായിട്ട് നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഒക്കെ വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരും ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുമൊക്കെ താല്പര്യം കാണിക്കണം. ഉപയോഗപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.